ഹലോ, അഞ്ജൂസ് ഹാൻഡ്മെയ്ഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് ആട്ടോ. അത് നമ്മുടെ സാറ്റിൻ റിബൺ വെച്ച്. ഇപ്പോൾ സാറ്റിൻ റിബൺ വെച്ചാകുമ്പോൾ അറിയാമല്ലോ, വളരെ ഈസിയാണ്. പിന്നെ സാറ്റിൻ റിബൺ വെച്ച് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് 10 മിനിറ്റ് പോലും വേണ്ട ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ സാറ്റിൻ റിബൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് എടുത്തിട്ടിരിക്കുന്നത്. വളരെ ചെറുതല്ല, എൻ്റെ കുറച്ചും കൂടെ സൈസുള്ളത്. ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാറ്റിൻ റിബൺ എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നനുസരിച്ചിട്ട് അത് രണ്ടായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം അത് ഒരു അറ്റം അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് തുന്നി കൊടുക്കുകയാണ് നമ്മൾ കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡാണ്. അപ്പം പെട്ടെന്ന് അങ്ങ് തുന്നി കൊടുക്കുക കേട്ടോ. ഇതാ സൈഡ് കൊണ്ട് കണ്ടില്ലേ, വീഡിയോ കാണുന്ന പോലെ ഇത് ഫുള്ളും തുന്നിയെടുക്കുക കേട്ടോ. തുന്നി എടുത്ത് നമ്മൾ എടുത്ത് കഴിയാൻ നേരത്ത് ഇതേപോലെ നമുക്ക് നല്ല ടൈറ്റിൽ കിട്ടണം. ഇതേപോലെ കിട്ടും, കണ്ടില്ലേ? ഇതേപോലെ കിട്ടിയിട്ട് നമ്മൾ ആ സൈഡിലത്തെ നൂലിൽ പിടിച്ച് വലിച്ച് ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിബൺ ഒരു ഫ്ലവർ ഷേപ്പിൽ തന്നെ കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ ബാക്കി നൂലെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് നല്ലപോലെ മുറുക്കി കെട്ടുകയാണ്. മുറുക്കി കെട്ടി വെക്കുമ്പോൾ റിബൺ ഒന്നും കൂടെ ടൈറ്റാകും. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടും. കണ്ടോ, വളരെ ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. ഹെയർ ബാൻഡിൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനി നല്ലപോലെ ഇത് മുറുക്കി കെട്ടിയിട്ട് ബാക്കിയുള്ള നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിങ്ങനെ ഒന്ന് വിടർത്തി എടുക്കണം. കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് നൂല് കെട്ടാൻ ശ്രമിക്കണേ. പിന്നെ ഇതൊന്ന് വിടർത്തി കെട്ടിയെടുത്ത് കഴിഞ്ഞ് ഫ്ലവർ ഷേപ്പിൽ കിട്ടും. അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ബീഡോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു 3-4 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സാറ്റിൻ റിബൺ, ബ്ലാക്ക് റിബൺ ചുറ്റിയൊരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. റിബൺ നല്ല ഭംഗിയിൽ ചുറ്റി എടുക്കുക. ഒരു മെറ്റൽ ഹെയർ ബാൻഡിലേക്ക് ഞാനത് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിച്ച് വെക്കാം. ഒട്ടിക്കാൻ നമ്മുടെ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഹെയർ ബാൻഡിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 10 മിനിറ്റ് പോലും വേണ്ടാത്തൊരു അടിപൊളി ഹെയർ ബാൻഡ് തയ്യാറായിട്ടില്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ ബാൻഡാണ് ഈ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ളത്. സാറ്റിൻ റിബൺ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലും ഏറ്റവും റേറ്റ് കുറഞ്ഞ സാധനമാണ് സാറ്റിൻ റിബൺ. നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 3 ഫ്ലവറും ഞാൻ ഉണ്ടാക്കി അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഫ്ലവർ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊരു 3 ഫ്ലവറാണ് ഒരു സൈഡ് കൊണ്ട് ഒരു 3 ഫ്ലവർ ഹെയർ ബാൻഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഹെയർ ബാൻഡ് ഇരിക്കുന്നത്. കണ്ടില്ലേ, എത്ര സമയം എടുത്തു? വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചിലവിലാണ് നമ്മളൊരു ഹെയർ ബാൻഡ് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ബ്ലൂ കളർ റിബൺ വെച്ചിട്ടും ഒരു ഹെയർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. ഇത് കുറച്ച് വീതിയുള്ള ബോയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ബോയിൽ സാറ്റിൻ റിബൺ തന്നെയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ബാൻഡുകൾ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്, വളരെ ചുരുങ്ങിയ രീതിയിൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടി വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്